നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. അപ്പം ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് പുതിയ ഹോളിവുഡ് സിനിമയായ മാസ്റ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സിനെ കുറിച്ചാണ്. ഇന്ത്യയിൽ ഈ സിനിമയുടെ പേര് ഹീമാൻ ആൻഡ് ദ മാസ്റ്റേഴ്സ് ഓഫ് യൂണിവേഴ്സ് ആണ്. കാരണം മാസ്റ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ ഇവിടെ എല്ലാവർക്കും മനസ്സിലാവില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ഹീമാൻ എന്ന് ആഡ് ചെയ്തത് ഇന്ത്യയിൽ. അപ്പോൾ ഞാൻ ഒരു കട്ട ഹീമാൻ ഫാനാണ്. അതായത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ചൊരു ടോയ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആക്ഷൻ ഫിഗർ എന്ന് പറയുന്നത് ഹീമാൻ്റെയാണ്. ഇവന്തും എനിക്ക് ആദ്യമായിട്ട് അറിയാം സൂപ്പർ ഹീറോ സൂപ്പർമാനാണ്. പക്ഷേ എനിക്ക് ആദ്യമേ വാങ്ങിച്ചൊരു ആക്ഷൻ ഫിഗർ എന്ന് പറയുന്നത് ഹീമാൻ്റെ ടോയ് ആയിരുന്നു. അതായത് മറ്റേ ആക്സും വാളും പരിചയമൊക്കെയുള്ള ഹീമാൻ. പക്ഷെ ഇത്തിരി ഓവർ ടാൻഡ് ആയിരുന്നു തോന്നുന്നു ആ ആക്ഷൻ ഫിഗർ. പിന്നെ ഒബ്വിയസ്ലി നമ്മൾ ടി വിയിൽ കാർട്ടൂൺ കണ്ടിട്ടുണ്ട്, ആദ്യം ഇംഗ്ലീഷിലും പിന്നെ അത് കഴിഞ്ഞ് മലയാളത്തിൽ ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനോട് എനിക്കൊരു നൊസ്റ്റാൾജിയ ഉണ്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള. പക്ഷേ ഹീമാൻ്റെ കാർട്ടൂൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര സിമ്പിളായിട്ടുള്ള സംഭവമാണ്. നമ്മുടെ ശക്തിമാൻ ആക്ച്വലി അതിൻ്റെ ഒരു പാറ്റേണാണ് കോപ്പി അടിച്ചത്. ആദ്യം സിനിമ കഥ പറയും, പിന്നെ ആൾക്കാരെ കുട്ടികൾക്കുള്ള ഉപദേശം കൊടുക്കും. അപ്പം അങ്ങനെയാണ് ശക്തിമാനും ചെയ്തിരുന്നത്. ശക്തിമാൻ പലയിടത്തുനിന്നും കോപ്പി അടിച്ചാണ്. അതിൻ്റെ എപ്പിസോഡിക് സംഭവം ഹീമാൻ കോപ്പി അടിച്ചത്. ഹീമാൻ പക്ഷേ ഒരു ടോയ് ബേസ്ഡ് ഒരു സംഭവമാണ്. അപ്പോൾ അതിന് ആക്ച്വലി ബാക്ക് ഹിസ്റ്ററിയൊക്കെ ഭയങ്കര കുറവാണ്. ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള എല്ലാം കണ്ടിട്ടുണ്ട്. ഞാനിപ്പോൾ ഷീറയാണെങ്കിലും ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ കാണിക്കുന്ന ഹീമാനാണ് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒബ്വിയസ്ലി പണ്ടത്തെ ഹീമാനോട് എനിക്കൊരു നൊസ്റ്റാൾജി അസോസിയേറ്റ് ഉണ്ട്. അപ്പോൾ ഈ സിനിമ ഡയറക്ടർ ട്രാവിസ് നൈറ്റാണ്. പുള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി നേരത്തെ എടുത്ത ട്രാൻസ്ഫോമേഴ്സ് 1980s ആ കാലഘട്ടത്തിൽ ട്രാൻസ്ഫോമേഴ്സിൻ്റെ എടുത്തിരിക്കുന്നത് നന്നായിട്ടാണ് എടുത്തത്. ബംബിൾ ബി അത് ഭയങ്കര എനിക്കിഷ്ടമുള്ള സിനിമയില്ലെങ്കിലും പക്ഷേ അത് അത്യാവശ്യം നല്ലതായിട്ട് എടുത്തത്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് പുള്ളിയൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പുള്ളി നന്നായിട്ട് ചെയ്യുന്നു. പക്ഷേ എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഇതുവരെ പുള്ളി നന്നായിട്ട് ചെയ്തു തന്നെയാണ്. പിന്നെ ഞാൻ ഈ സിനിമ 2 പ്രാവശ്യം കണ്ടു. ഞാൻ 4DX കൂടി കണ്ടിട്ട് വീഡിയോ ഇടണമെന്നായിരുന്നു വിചാരിച്ചത്. 4DX കാണാൻ പറ്റിയില്ല മലയാളത്തിൽ. കാരണം മലയാളം ഡബ്ബിങ് ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ കാണാൻ പറ്റിയില്ല. ഞാൻ ആദ്യം കണ്ടത് പഴനി വീട് സ്ക്രീൻ വണ്ണിലാണ്. സ്ക്രീൻ വണ്ണിലെ എക്സ്പീരിയൻസ് ഭയങ്കര നല്ലതായിരുന്നു. 4K ലേസർ അറ്റ്മോസ്. എനിക്ക് തോന്നുന്നു അവിടെ ഞാൻ കുറച്ച് നാളിന് ശേഷം അവിടെ പോയത്. അവിടെ നേരത്തെ പോകുമ്പോൾ എനിക്ക് നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പക്ഷേ പ്രാവശ്യം പോയപ്പോൾ എനിക്കൊന്ന് കോൺട്രാസ്റ്റിൽ അല്ലെങ്കിൽ ബ്ലാക്ക് ലെവൽ ഇത്തിരി കുറേ കൂടി ബെറ്റർ ആയിരുന്നു എനിക്ക് തോന്നി. നേരത്തെ കാണാൻ പോയതിനേക്കാളും ഞാൻ സ്ക്രീൻ മാറ്റിയൊന്നും എനിക്കറിയില്ല. പിന്നെ രണ്ടാമത് കണ്ട ഐമാക്സ് ആണ്. ഐമാക്സ് ഒബ്വിയസ്ലി അതേ കളേഴ്സും അതൊക്കെ അടിപൊളിയായിട്ട് കാണിച്ചു. പക്ഷേ പ്രിൻറ്റിൻ്റെ ഷാർപ്നെസ് ഭയങ്കര ഹൈ ആയിരുന്നു. ഭയങ്കര ഹൈ ക്വാളിറ്റി DCP ആയിരുന്നു. സൗണ്ടും നല്ലതായിരുന്നു. അറ്റ്മോസിൽ അടിപൊളിയായിരുന്നു. അറ്റ്മോസ് സൗണ്ടും ഭയങ്കര നല്ലതായിരുന്നു. ഐമാക്സ് സൗണ്ടും നല്ലതായിരുന്നു. പേഴ്സണലി ഞാൻ ഐമാക്സിൻ്റെ ബേസ് അടിപൊളിയാണെങ്കിലും പക്ഷേ പേഴ്സണലി എനിക്കിഷ്ടം അറ്റ്മോസാണ്. അതുകൊണ്ട് ചെറിയ ചായ അങ്ങോട്ടുണ്ടെങ്കിലും DCPയുടെ ഷാർപ്നെസ്സിൻ്റെ മറ്റേ കാര്യത്തിൽ ഹീമാൻ്റെ മാസ്റ്റേഴ്സ് ബെറ്റർ ഐമാക്സിലായിരുന്നു. പിക്ചർ ക്വാളിറ്റിയും പ്ലസിൻ്റെ കളേഴ്സും പിക്ചറും അടിപൊളിയാണ്. ശരിക്കും തിയേറ്റർ വാച്ച് ആണ് നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് 4K ലേസർ അറ്റ്മോസിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ്. പിന്നെ സിനിമയെ കുറിച്ച് പറയുന്നത് ഭയങ്കര സിമ്പിളാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ ഒരു അച്ഛൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബംബിൾ ബി പോലെ തന്നെ. ബംബിൾ ബിയിൽ ആദ്യത്തെ 10 മിനിറ്റ് എന്ന് പറയുന്നത് ഇവർ മറ്റേ സൈബർട്രോൺ കാണിക്കണം, അവിടെ ഒരു യുദ്ധം നടക്കുന്നതും അവിടെ നിന്ന് ബംബിൾ ബീനെ എർത്തിലേക്ക് അയക്കുന്നതുമാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. സെയിം സ്റ്റാർട്ടിങ് ആണ് ഹീമാനിലും. 8 ഒരു യുദ്ധം നടക്കുന്നു. അവിടെ നിന്ന് ആഡം, അതായത് ചെറുപ്പത്തിൽ ആഡമിനെ എർത്തിലേക്ക് വിടുന്നു. അത് കഴിഞ്ഞിട്ടാണ് സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ എർത്തിൽ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് കഥകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോൾ ഇതിൽ ഹീറോ ആയിട്ടുള്ള നിക്കോളസ് ആണ് ഹീറോ. പുള്ളി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളിയാണെങ്കിൽ കഥ പറയുകയാണ് ആക്ച്വലി നമുക്ക്. അതായത് ഇവർ ഈ എർത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് എനിക്ക് ആ കഥ ഒരു ഹോളിവുഡ് ട്രോപ്പാണ്. അത് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കഥ പറയാൻ വേണ്ടിയാണ്. അറ്റ്ലീസ്റ്റ് മോർട്ടൽ കോംബാറ്റ് 1 പോലെ ഇല്ലാത്തൊരു കഥാപാത്രത്തെ കൊണ്ടൊന്ന് കഥ പറഞ്ഞില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് നിക്കോളസ് ആക്ച്വലി ഇതിനെക്കുറിച്ച് കഥ പറയുന്നത് നമുക്കും കൂടി മനസ്സിലാൻ വേണ്ടി. അതിൽ വേറെ ക്യാരക്ടറോട് കഥ പറയുന്നത് പക്ഷേ ഒബ്വിയസ്ലി നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ് എന്താണ് ഇതിന് സംഭവിച്ചെന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് പുള്ളി പവർ ഓഫ് സോഡ് ഓഫ് പവർ ഉണ്ട്. അപ്പോൾ അതെടുത്തിട്ട് ഗ്രേസ്കളിൽ അതിൻ്റെ ഇത് വെച്ച് തിരിച്ച് എട്ടേണിലേക്ക് പോകാൻ നോക്കുന്നതാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് കുറച്ച് കാര്യം. പിന്നെ പുള്ളി അവിടെ എത്തിയിട്ട് പുള്ളി മറ്റേ ഈറ്റേണിയുടെ ഹീറോ ആവുന്നതും അങ്ങനെ അതിൻ്റെ പവർ യൂസ് ചെയ്യുന്നതും മറ്റോ എങ്ങനെ വില്ലൻ തോപ്പിക്കുന്നുള്ള. വില്ലനായിട്ട് പിന്നെ ടീല ഉണ്ട്. അത് നമ്മുടെ കമീലയാണ് ചെയ്തത്. അപ്പോൾ പുള്ളിക്കാരത്തെ അടിപൊളിയാണ്. നമ്മുടെ ഐഡ്രസ് അൽബയാണ് മാൻ അറ്റ് ആംസ്. പിന്നെ അതുപോലെ എല്ലാവരും നല്ലതാണ്. പക്ഷേ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ജാരഡ് ലെറ്റോ. ജാരഡ് ലെറ്റോ സ്കെൽട്ടറായിട്ട് ഒരു രക്ഷ ഉണ്ടായില്ല. പുള്ളി അടിപൊളിയായിരുന്നു. സൗണ്ട് മോഡുലേഷൻ ആണെങ്കിലും ഒബ്വിയസ്ലി അവർ ഗ്രാഫിക്സ് ആഡ് ചെയ്തിട്ടാണ് മോഹൻ സ്കെൽട്ടർ പോലെ ആക്കിയത്. അത് ഭയങ്കര നല്ല വർക്കായിരുന്നു. അത് മാത്രമല്ല പുള്ളിയുടെ എക്സ്പ്രഷനാണല്ലോ അതിൽ കാണിക്കുന്നത്. അപ്പോൾ അടിപൊളിയാണ് സ്കെൽട്ടർ, ഒരു രക്ഷ ഉണ്ടായില്ല. രണ്ടാമത്തെ പ്രാവശ്യം കാണുമ്പോൾ മനസ്സിൽ അത് തന്നെ ഉണ്ടാവുള്ളൂ, സ്കെൽട്ടർ ഒരു രക്ഷ ഉണ്ടായില്ല എന്നുള്ളത്. എൻ്റെ കൂടെ വന്ന ഫ്രണ്ടിനും അതെ, അവനും സ്കെൽട്ടർ ഇത്ര അടിപൊളിയായിട്ട് കാണിക്കുമെന്ന് വിചാരിച്ചില്ല എന്നാണ് അവൻ പറഞ്ഞത്. ആ ഒരു ഇമ്പാക്റ്റ് ജാരഡ് ലെറ്റോന് സ്കെൽട്ടറിന് ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളതാണ്. പിന്നെ മ്യൂസിക് ഡാനിയൽ പരമട്ടാണ്, മറ്റേ പ്രൊജക്ട് ഹെൽമയുടെ മ്യൂസിക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി.
പേഴ്സണലി ഞാൻ ഈ സംഭവം എനിക്ക് നൊസ്റ്റാൾജിയൊക്കെ ഭയങ്കര ഇഷ്ടമാണെങ്കിലും എനിക്കൊരു പുതിയ കഥാപാത്രത്തെ പുതിയൊരു ജനറേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സെയിം മ്യൂസിക്കാണ് മെയിൻ മ്യൂസിക്കായിട്ട് യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. എനിക്ക് പുതിയ സൂപ്പർമാനോട് ഈ പ്രശ്നമുണ്ട്. ഈ പണ്ടത്തെ എന്താ പറയുക, ക്രിസ്റ്റഫർ റീവിൻ്റെ കാലത്തെ മ്യൂസിക് ഇപ്പോഴും പിന്നെ റീയൂസ് ചെയ്തത് മിക്സ് ചെയ്ത് അത് മെയിൻ മ്യൂസിക്കിനോട് മിക്സ് ചെയ്ത് കാണിക്കുന്നതോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. അതൊരു ചീപ്പ് ഏർപ്പാടാണെന്നുള്ള പ്രശ്നം എനിക്കുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഹീമാൻ്റെ മ്യൂസിക് കേൾപ്പിക്കുന്നുണ്ട്, ഏറ്റവും അവസാനം ജസ്റ്റ് ഒരു നൊസ്റ്റാൾജിയ പോലെ അങ്ങനെ കേൾപ്പിക്കുന്ന എനിക്ക് പ്രശ്നമില്ല. പക്ഷേ ഈ മെയിൻ മ്യൂസിക്കായിട്ട് ഇത് കേൾപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. എനിക്ക് ഇതിനകത്ത് ഹീമാൻ പവർ ഓഫ് സോഡ് ഉപയോഗിച്ചിട്ട് ആദ്യമായിട്ട് ഹീമാനായിട്ട് മാറുമ്പോഴുള്ള മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. ഡാനിയിൽ അടിപൊളിയായിട്ടാണ് അതിന് മ്യൂസിക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വർക്ക് അത്യാവശ്യം നല്ല, ചില സ്ഥലത്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ വർക്കും നല്ലതാണ്. കോസ്റ്റ്യൂംസ് എല്ലാം കിടലിനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആക്ച്വലി സിനിമ എൻ്റയർലി എനിക്ക് ഇഷ്ടമായി. നല്ല രീതിയിൽ ഇഷ്ടമായി. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള 2-3 ക്യാരക്ടേഴ്സ് ഇതിനകത്ത് ഉണ്ടായിരുന്നില്ല പേഴ്സണലി. ഒന്ന് സ്കെൽട്ടറിൻ്റെ ടൈഗർ ഉണ്ടായിരുന്നില്ല, മറ്റേ കറുത്ത പുലി. പിന്നെ ആ പറക്കുന്ന ആ പുള്ളി ഉണ്ടായിരുന്നില്ല. ആ പുള്ളി എനിക്കിഷ്ടമാണ് പേഴ്സണലി. പിന്നെ മെർമാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ ഉണ്ടായിരുന്നില്ല, പക്ഷേ ഒബ്വിയസ്ലി ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു. ഞാൻ സിനിമയിലെ കഥയുമായിട്ട് ബന്ധപ്പെടുത്തി ഉണ്ടായിരുന്നു വെച്ചാൽ ഇല്ല, ഓർക്കും കഥയോട് ബന്ധപ്പെടുത്തി ഇല്ലായിരുന്നു. സിനിമയിലുണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷേ കഥയോട് ബന്ധപ്പെടുത്തി ഇല്ല. പിന്നെ ഈ പടത്തിനകത്ത് 2-3 ക്രെഡിറ്റ് സീനുണ്ട്. പിന്നെ സിനിമയുടെ പേരെടുത്തിക്കാൻ നിൽക്കുന്ന ഏറ്റവും അവസാനം ടൈറ്റിൽ കാണിക്കുന്ന ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നവർക്ക് എനിക്കറിയത്തിൽ ലേറ്റായിട്ട് വീഡിയോ വന്നുണ്ട്, അതുകൊണ്ട് വലിയ ഉപകാരമൊന്നും കാണത്തില്ല. പക്ഷേ സിനിമ തീരുന്നിടത്താണ് ഇവർ പേരെഴുതി കാണിക്കുന്നത്. പിന്നെ ഈ സിനിമയുടെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ടോണായിരിക്കും ഒരുപാട് പേർക്ക് പ്രശ്നം, ഹീമാനെക്കുറിച്ച് അറിയാത്ത. കാരണം ഇവർ ആ കാർട്ടൂണിൻ്റെ ടോൺ എന്താണോ ഏകദേശം അതേ ടോണിലാണ് സിനിമ എടുത്തത്. അത് കുട്ടികൾക്ക് വേണ്ടിയുള്ള തമാശ, കൂടുതലും കോമഡിക്കായിട്ടുള്ള ഫണ്ണി ആയിട്ടുള്ള ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് എടുക്കാത്തൊരു ടോണിലാണ് ഈ സിനിമ എൻ്റെ പോകുന്നത്. അതെല്ലാവർക്കും പിടിക്കണമെന്നില്ല. ഞാൻ കുറേ സ്ഥലത്ത് കണ്ടത് മാർവലൈസ് ചെയ്തു എന്നൊക്കെ. മാർവലൈസ് ചെയ്തൊന്നുമല്ല, ഹീമാൻ കാർട്ടൂൺ ഇങ്ങനെയാണ്. അതറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഹീമാൻ കാർട്ടൂൺ ഇങ്ങനെയാണ്. പല റിവ്യൂസ് ഇത് പറയുന്നത് കേട്ടു. എന്നിട്ട് അവർ വലിയ ഹീമാൻ നൊസ്റ്റാൾജി ആണെന്ന് പറയുകയും ചെയ്യും. എന്നിട്ട് ഇമാരി വർത്തമാനം പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഹീമാൻ്റെ ടോൺ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഏകദേശം ഒരു കോമഡി ടോണാണ് ഹീമാൻ്റെ പഴയ കാർട്ടൂൺ. അവർ അതിന് ബേസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. സ്കെൽട്ടർ ആണെങ്കിലും സീരിയസ് ആയിട്ട് സീരിയസ് ആയിട്ട് പെട്ടെന്ന് അത് കോമഡി ആവുന്നത് അതുകൊണ്ടാണ്. ആക്ച്വലി അതാണ് ടോൺ. അതിൽ ഹീമാൻ്റെ സ്കെൽട്ടർ നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതങ്ങനെയാണ്. പിന്നെ സിനിമയുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ സിനിമയുടെ ലെങ്ത്താണ്. എനിക്ക് തോന്നുന്നത് പല സീനുകളും വേണ്ടതിനേക്കാൾ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്തായി പോയതായി തോന്നി. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇമോഷണൽ ബ്ലോക്സ് ഒരുമിച്ച് വന്നു എന്നുള്ളതാണ്. അതായത് അച്ഛനായിട്ടുള്ള ഇമോഷൻ, പണ്ടത്തെ മാനറ്റാംസിനായിട്ടുള്ള ഇമോഷൻ എല്ലാം അടുപ്പിച്ച് വന്നുകൊണ്ട് ഓൾറെഡി നമുക്ക് ഇമോഷണലി ഭയങ്കര കണക്ഷനായിട്ടല്ല കഥ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഇപ്പോൾ ഇത് അടുപ്പിച്ച് വരുന്നത് നമ്മളെ ശരിക്കും മുഷിപ്പിക്കുക. ആ സമയത്ത് ആ ഒരു ഗ്യാപ്പ് നല്ലോണം മുഷിപ്പിച്ചായിരുന്നു. എനിക്ക് മുഷിപ്പിച്ചായിരുന്നു. ഭയങ്കര ഇഷ്ടമാണെങ്കിൽ പോലും ഞാൻ എടുത്ത് പറയുകയാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ട് ഈ പടത്തിനകത്ത്. അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ ഞാൻ പറഞ്ഞില്ല, കുറച്ച് ക്യാരക്ടേഴ്സിനെ മര്യാദയ്ക്ക് കാണിച്ചില്ല എന്നുള്ളൊരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു. പിന്നെ ബാറ്റിൽ ക്യാറ്റിനെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തില്ല. ക്രിഞ്ചറുണ്ട്, പക്ഷേ ക്രിഞ്ചർ ബാറ്റിൽ ക്യാറ്റ് ആവുന്ന അങ്ങനെ കാണിക്കുന്നില്ല. അവസാനം ഒരു ചെറിയ സീൻ മാത്രമേ ഉള്ളൂ. അതിപ്പോൾ എല്ലായിടത്തും ലീക്ക് ചെയ്തതാണ് എനിക്കറിയാം. ഞാൻ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ അതിൻ്റെ ഫോട്ടോ. പക്ഷേ അതൊക്കെ ലാസ്റ്റ് പോയിന്റാണ്, സെക്കൻഡ് പാർട്ടിലേക്ക് ഉണ്ടായിരുന്നു. പക്ഷേ സിനിമ എനിക്ക് പറയായിരുന്നു, അന്ന് നേരത്തെ അറിയാമായിരുന്നു ഇതിന് ഭയങ്കര വലിയ ഫാൻ ബേസ് ഒന്നുമില്ല. അതുകൊണ്ട് ഭയങ്കരമായിട്ട് ഓടാൻ സാധ്യതയുള്ള സിനിമയൊന്നും അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് സിനിമ ഫ്ലോപ്പ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. ഹോളിവുഡിലാണെങ്കിലും ഇവിടെ മാത്രമല്ല എല്ലായിടത്തും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുകയാണെങ്കിൽ കാണാം. ചുമ്മാ ഒരു അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്നതാണ്. പക്ഷേ ഹീമാൻ കാർട്ടൂണിൻ്റെ ടോൺ എന്താണെന്ന് അറിഞ്ഞിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് സീരിയസ് അല്ല, ഇതെന്താ KGF പോലെ ഇരിക്കാത്തതെന്നൊക്കെ പലർക്കും തോന്നുമായിരിക്കും. ഇത്രയും പവറുള്ള ആളാണ്, അങ്ങനെയൊക്കെ തോന്നാതിരിക്കണമെങ്കിൽ ഇതെന്താണെന്ന് ചെറുതായിട്ടൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും. അത്രേ ഉള്ളൂ. എനിക്ക് എന്തായാലും സിനിമ പേഴ്സണലി വർക്കായി. പറ്റുവാണെങ്കിൽ അടുത്ത ആഴ്ചത്തെ എക്സ്റ്റെൻഡ് ചെയ്ത് 4DX മലയാളത്തിലുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി കാണാൻ ശ്രമിക്കും. കാരണം എനിക്ക് മലയാളത്തിൽ ഡബ്ബിങ് കേൾക്കണമെന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം 4DX കാണുന്നുണ്ട്. എന്തായാലും ഇത്ര തന്നെ വീഡിയോ കണ്ടു നന്ദി. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.